മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് 6 ഓർമ്മകൾ ഉണരുമ്പോൾ എന്ന ഭാഗത്തെ എനിക്കൊരു മാമ്പഴം എന്ന പാഠഭാഗമാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട കവിയും അധ്യാപകനുമായിരുന്നു ചെമ്മനം ചാക്കോ. അദ്ദേഹം കോട്ടയം ജില്ലയിലെ മുളക്കുളം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. തൻ്റെ കുട്ടിക്കാലത്തെ ഒരു രസകരമായ അനുഭവം നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. എനിക്കൊരു മാമ്പഴം എന്ന ആത്മകഥാഭാഗത്തിലൂടെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ഒരു തലമുറയുടെ നിഷ്കളങ്കമായ കഥയാണിത്. പാഠഭാഗം നോക്കിയേ. കഴിഞ്ഞ കാലമൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട് ഭാഷയിൽ. കഥകളും കവിതകളും മറ്റും വായിക്കുമ്പോൾ നമുക്കുള്ളിൽ അതെല്ലാം തെളിഞ്ഞു വരും. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താ മക്കളെ? എനിക്കൊരു മാമ്പഴം. നോക്കിയേ. കാറ്റേ വാ കടലേ വാ, എനിക്കൊരു മാമ്പഴം തന്നേ പോ എൻ്റെ ചെറുപ്പത്തിൽ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ചെമ്മനം ചാക്കോയുടെ ആത്മകഥയിലെ ഒരു ഭാഗമാണിത്. തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതം തളിരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3/4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ കുട്ടികൾ ചൊല്ലി നടന്ന ഒരു നാടൻ പാട്ടാണിത്. അടുത്ത പേജ് നോക്കിയേ. 21ാം നൂറ്റാണ്ടിലെ കുട്ടികളായ നിങ്ങൾക്ക് അന്നത്തെ കാര്യങ്ങൾ അറിയാൻ കൗതുകം കാണുമല്ലോ, ഇല്ലേ? വൈക്കം താലൂക്കിൽ മുളക്കുളം എന്ന ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ചെമ്മനം എന്നത് വീട്ടുപേര്. പ്രകൃതിക്കിടയിൽ ഓടിക്കളിച്ചു കഴിഞ്ഞ ബാല്യകാലമായിരുന്നു ഞങ്ങളുടേത്. ഇന്ന് അവിടെയെല്ലാം റബ്ബർ മരങ്ങൾ മാത്രം. 6 വയസ്സിലാണ് അന്ന് 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അതിനു മുന്നം ആശാൻ പള്ളിക്കൂടത്തിലാണ് പഠനം. എന്താ മക്കളെ ആശാൻ പള്ളിക്കൂടങ്ങൾ? കേരളത്തിലെ പരമ്പരാഗത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഭാഗമായിരുന്ന പ്രാഥമിക പാഠശാലകളാണ്, ആദ്യത്തെ പള്ളിക്കൂടങ്ങളാണ് ആശാൻ പള്ളിക്കൂടങ്ങൾ അഥവാ കുടിപ്പള്ളിക്കൂടങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ആദ്യം മണലിൽ വിരൽ കൊണ്ടാണ് അക്കങ്ങളും അക്ഷരങ്ങളും എഴുതിച്ചിരുന്നത്. അതിനുശേഷം ഓലയും എഴുത്താണിയും എഴുതാൻ ഉപയോഗിക്കുന്നു. അധ്യാപകരെ ആശാൻ എന്നാണ് വിളിച്ചിരുന്നത്. അവിടെ ഒരു ആശാൻ പള്ളിക്കൂടത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ മണലിൽ വിരൽ കൊണ്ട് എഴുതുന്ന കുട്ടികളെയും പനയോലയിൽ നാരായം കൊണ്ട് എഴുതുന്ന ആശാനെയും കാണാം. മിക്ക ദിക്കുകളിലും പേരുകേട്ട ആശാന്മാരുണ്ടാകും. പാകം ചെയ്തെടുത്ത കരിമ്പനയുടെ ഓലയിൽ നാരായം കൊണ്ട് ആശാൻ അക്ഷരങ്ങൾ എഴുതിത്തരുന്നു. ആ ഈ എന്നിങ്ങനെ സ്വരാക്ഷരങ്ങളും ക ച ഡ ത പ ആദിയായ വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും കുട്ടി പഠിക്കുന്ന ക്രമമനുസരിച്ച് ഓലയിൽ എഴുതിത്തരും. തല്ലിമെഴുകിയ നിലത്തു മണൽ വിരിച്ച് മണലിൽ വിരൽ കൊണ്ടാണ് എഴുത്ത്. എഴുതുന്നത് ഉച്ചത്തിൽ ചൊല്ലുകയും വേണം. ഉച്ചാരണശുദ്ധി ആശാൻ പ്രത്യേകം നിഷ്കർഷിക്കുന്ന കാര്യമാണ്. തെറ്റിച്ചാൽ ചെവി പൊന്നാക്കിയതു തന്നെ. അടുത്ത പേജ് നോക്കിയേ. മണൽ കൊണ്ടുപോകുന്നത് തേങ്ങയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന കുടുക്കയിലാണ്. അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓലപിടുത്തം എന്ന ചടങ്ങുണ്ട്. ഒരു കുട്ടി ഓല പിടിക്കുന്ന ദിവസം എല്ലാ കുട്ടികൾക്കും കോളാണ്. അവിൽ വിളയിച്ചതും ചക്കരക്കാപ്പിയും ഉറപ്പ്. ആൺകുട്ടികളുടെ വേഷം കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടുമായിരുന്നു. നിക്കർ അന്ന് ഗ്രാമാന്തരങ്ങളിൽ തല കാണിച്ചിട്ടില്ല. അതേസമയം പെൺകുട്ടികൾക്ക് അരപ്പാവാട സാധാരണമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നാൽ ഓട്ടവും ചാട്ടവും പന്തുകളിയും ഗോലികളിയും കുളത്തിൽ ചാടി നീന്തലും മറ്റുമാണ് കുട്ടികൾക്ക്. ട്യൂഷൻ എന്നത് കേട്ടിട്ട് പോലുമില്ല. അന്നകാലത്ത് കുട്ടികളാരും ട്യൂഷന് പോയിരുന്നില്ല. അവധി ദിവസത്തെ കാര്യം പറയാനുമില്ല. മലയിൽ പോയി കശുമാങ്ങ പറിച്ചു തിന്ന് വയറ് വീർപ്പിക്കും. കശുവണ്ടി ശേഖരിച്ചു വയ്ക്കും. കുരുമുളക് പറിക്കുമ്പോൾ താഴെ വീഴുന്ന തിരികളും മണിയുമെല്ലാം പെറുക്കിയെടുക്കുന്നത് പിള്ളേരുടെ അവകാശമാണ്. കശുവണ്ടിയും മുളകുമെല്ലാം വിറ്റ് കിട്ടുന്ന കാശ് പിള്ളേർക്ക് തരും. അത് പള്ളിപ്പെരുന്നാളിന് ഉഴുന്നാടയും ഓറഞ്ചും മറ്റും വാങ്ങാനുള്ള സമ്പാദ്യമാണ്. അടുത്ത പേജ് നോക്കിയേ. നമ്മുടെ കവിയായ ചെമ്മനം ചാക്കോയുടെ കുട്ടിക്കാലാനുഭവങ്ങളാണ് ഇവയെല്ലാം. ഇനി എന്താ പറയുന്നത് നോക്ക്. ധനു മകരമാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അതിരാവിലെ കരിയിലകൾ വാരിക്കൂട്ടി കത്തിച്ച് തീ കായുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. മധ്യവേനൽ അവധിക്കാലം പൊതുവേ മാമ്പഴക്കാലമാണ്. പറമ്പുകളിൽ നാട്ടുമാവും കോട്ടമാവും ഉണ്ട്. നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതാണ്, പുളി കൂടും, പഴുക്കുമ്പോൾ നല്ല മധുരവും. കോട്ടമാങ്ങ വലുതാണ്, പുളി കുറയും, സാമാന്യം നല്ല മധുരവും ഉണ്ടാവും. പുളിയും മധുരവുമെല്ലാം മാവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. ചില നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതായിരിക്കും. അതിൻ്റെ മാമ്പഴം തൊലി കളഞ്ഞ് വായിലിട്ട് ഈമ്പി തിന്നാവുന്നതേയുള്ളൂ. വലിയ നാട്ടുമാമ്പഴവും കോട്ടമാമ്പഴവും തൊണ്ടു ചെത്തി പൂളി തിന്നണം. പലരും തിന്നാൻ നോക്കി നിൽക്കെ ഒരാളാകും തൊണ്ടു ചെത്തുന്നത്. അതിനാൽ ആദ്യത്തെ പൂളിന് കൊതിപ്പൂൾ എന്നായിരുന്നു പേര്. കൂടുതൽ ദശപ്പുള്ള അടുത്ത പൂളിന് പള്ളപ്പൂൾ എന്ന് പറയുന്നു.
അടുത്ത പൂള് മാങ്ങയുടെ ആകൃതി അനുസരിച്ച് വളഞ്ഞിരിക്കും. അതിനാൽ അതിൻ്റെ പേര് കോടാലിപ്പൂള് എന്നാകുന്നു. ഇങ്ങനെ എല്ലാ പൂളും പൂളിക്കഴിഞ്ഞാൽ നുറുക്കി തിന്നുന്നു, മാങ്ങാണ്ടി ദൂരേക്കെറിയുന്നു, ഹായ് നാക്കിൽ വെള്ളമൂറുന്നു. അതിരാവിലെ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും എഴുന്നേറ്റ് മാവിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന മാമ്പഴമെല്ലാം പെറുക്കി വീട്ടിൽ കൊണ്ടുപോകും. ഉച്ച കഴിഞ്ഞാണ് കൂടുതൽ കാറ്റും മാമ്പഴ വീഴ്ചയും. മാമ്പഴം പെറുക്കുന്നതിനെക്കുറിച്ചുള്ള ചെമ്മനം ചാക്കോയുടെ കുട്ടിക്കാല ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അതിനാൽ ഉച്ച തിരിഞ്ഞ് 2:30 മണിയാകുമ്പോഴേക്കും കുട്ടികളുടെ കൊതിയ സമാജം വരിക്കമാവിൻ്റെ ചുവട്ടിൽ കൂടും. ചില ദിവസം നല്ല കാറ്റൂതും, പെട്ടെന്ന് മാമ്പഴം കിട്ടും. ചില ദിവസം മാമ്പഴ വീഴ്ച തീരെ കുറവായിരിക്കും. മുകളിൽ ചോരക്കുടം പോലെ പഴുത്തു നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം. വലിയ ഇച്ഛാഭംഗമാണ് മനസ്സിൽ മാമ്പഴം വീഴാത്തതിൽ. അപ്പോൾ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും ഞങ്ങളെ പറ്റിക്കാൻ പറഞ്ഞു തന്ന ചില സൂത്രവിദ്യകളുണ്ട് പ്രയോഗിക്കാൻ. അവരെ മൂത്ത ചേട്ടന്മാർ പറഞ്ഞു പറ്റിച്ചത് പകർന്നു കിട്ടിയതാണ്. എന്തായിരുന്നു അതെന്ന് നോക്കിയേ. പഴുത്ത 3 മാവില ചുവട്ടിൽ വീണ് കിടക്കുന്നത് എടുത്ത് തലയിൽ വയ്ക്കണം. ഓരോരുത്തരും മാവിലകൾക്ക് മുകളിൽ മാമ്പഴത്തേക്കാൾ വലിയ ഓരോ കല്ലെടുത്ത് വയ്ക്കണം. എന്നിട്ട് 2 കൈകൊണ്ടും കല്ലിൽ പിടിച്ച് മാമ്പഴം വീഴുന്നത് വരെ ഈ പാട്ട് പാടിക്കൊണ്ട് മാവിന് ചുറ്റും നടക്കണം. പാട്ടെന്താണെന്ന് നോക്കിയേ. കാറ്റേവാ കടലേവാ എനിക്കൊരു മാമ്പഴം തന്നേപോ, ആറ്റേവാ കിളിയേവാ എനിക്കൊരു മാമ്പഴം കൊത്തിയിടോ, ചെലചെലേ ചെലച്ചുകൊണ്ട് അണ്ണാനേ വന്നെനിക്കൊരു മാമ്പഴം കുലുക്കിയിടോ. പാട്ട് പാടിക്കഴിയുമ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക നോക്കിയേ. ചിലപ്പോൾ പെട്ടെന്ന് മാമ്പഴം വീഴും. കേവല യാദൃച്ഛികതയാണ്. ഞങ്ങൾ ഇലയും കല്ലുമെല്ലാം ഇട്ടിട്ട് ഓടും. ആദ്യം പെറുക്കിയെടുക്കുന്ന ആളാണ് കേമൻ. പിന്നെയും ഒരു മന്ത്രവാദം പോലെ പാട്ട് തുടരും. ചില ദിവസം എത്ര പാടിയാലും മാമ്പഴം വീഴുകയില്ല. ഞങ്ങൾക്കൊക്കെ സങ്കടമാകും. മാമ്പഴം വീഴുന്ന ദിവസം തുള്ളിച്ചാടി പാടുന്ന ഞങ്ങൾ മാമ്പഴം വീഴാത്ത ദിവസം ഏങ്ങിക്കരയുന്ന മട്ടിൽ അഭിനയിച്ചു പാടുമായിരുന്നു. കാറ്റും ആറ്റക്കിളികളും മെല്ലെ മെല്ലെ ചിലയ്ക്കുന്ന അണ്ണാനുമെല്ലാം കൂടി പ്രകൃതി മനസ്സിൽ ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു എൻ്റെ ബാല്യകാലം. 87 കഴിഞ്ഞ് 88-ാം വയസ്സിൽ നിന്നുകൊണ്ട് ഇന്നോർക്കാൻ എന്ത് രസം എൻ്റെ ഓമനകളെ. ചെമ്മനം ചാക്കോ. നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം. ചോദ്യം 1. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠത്തിലെ കഥ പറച്ചിൽ രീതിയും ഇതിലെ രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രമാണ്. അത് ഒരാളുടെ ജീവിതത്തെപ്പറ്റി മറ്റൊരാൾ എഴുതുന്നതാണ് ജീവചരിത്രം എന്ന് പറയുന്നത്. ഇവിടെ എനിക്കൊരു മാമ്പഴം എന്നത് ചെമ്മനം ചാക്കോയുടെ ആത്മകഥാഭാഗമാണ്. ആത്മകഥ എന്നത് ഒരാളുടെ ജീവിതത്തെപ്പറ്റി അയാൾ തന്നെ എഴുതുന്നതാണ്. അപ്പം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കിയേ. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠഭാഗത്ത് ഒരാൾ മറ്റൊരാളുടെ കഥയാണ് പറയുന്നത്. ഇത് പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രക്കുറിപ്പാണ്. എന്നാൽ എനിക്കൊരു മാമ്പഴം എന്ന ഈ പാഠഭാഗം പ്രശസ്ത കവി ചെമ്മനം ചാക്കോയുടെ ആത്മകഥാഭാഗമാണ്. അവിടെ കവി തൻ്റെ തന്നെ അനുഭവം കഥയായി പറയുകയാണ്. ചോദ്യം 2. കാറ്റേവാ കടലേവാ എന്ന പാട്ട് ഓരോ സന്ദർഭങ്ങളിലും ഓരോ രീതിയിൽ പാടുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയെല്ലാം പാടാം? മക്കൾ സന്തോഷത്തിലും സങ്കടത്തിലും ദേഷ്യഭാവത്തിലുമൊക്കെ ഈ പാട്ട് പാടി നോക്കുക. ചോദ്യം 3. 80-90 വർഷം മുമ്പുള്ള കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച കുട്ടിയുടെ ജീവിതമാണ് ചെമ്മനം ചാക്കോയുടെ ആത്മകഥയിലുള്ളത്. അക്കാലത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. പഴയ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ പല കാര്യങ്ങളിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്കവ എന്തൊക്കെയാണെന്ന് നോക്കാം. പഠനരീതി. പഴയ കാലത്ത് ആശാൻ പള്ളിക്കൂടങ്ങളിലായിരുന്നു പോയിരുന്നത്. മണലിൽ വിരൽ കൊണ്ടാണ് എഴുതി പഠിച്ചിരുന്നത്. ഇന്നത്തെ കാലം ഹൈടെക് സ്കൂളുകളാണ്. നോട്ട് ബുക്കുകളും കമ്പ്യൂട്ടറുകളും ടാബുകളും ഉപയോഗിക്കുന്നു. വിനോദങ്ങൾ. പഴയകാലം കുട്ടിയും കോലും, കിളിത്തട്ട്, പന്തുകളി, ഗോലികളി, കുളത്തിൽ നീന്തൽ, ഓട്ടം, ചാട്ടം, മാമ്പഴം പെറുക്കൽ, കല്ലുകളി, ഒളിച്ചുകളി ഇവയായിരുന്നു. ഇന്നത്തെ കാലത്ത് വീഡിയോ ഗെയിമുകൾ, TV കാണൽ, മൊബൈൽ ഫോൺ, ഇൻഡോർ ഗെയിമുകൾ എന്നിവയാണ്. വേഷവിധാനം. പഴയകാലം ആൺകുട്ടികൾക്ക് കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും പെൺകുട്ടികൾക്ക് അരപ്പാവാടയും ബ്ലൗസുമായിരുന്നു. ഇന്നത്തെ കാലം പാൻസും ഷർട്ടും, ചുരിദാർ, സ്കൂൾ യൂണിഫോമുകൾ, മറ്റു പലതരം ഫാഷൻ വസ്ത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. പ്രകൃതി. പഴയകാലം എങ്ങും തെങ്ങുകളും നാട്ടുമാവുകളും പ്ലാവുകളും നിറഞ്ഞ പറമ്പുകളും കാടുകളുമായിരുന്നു. ഇന്നത്തെ കാലം പറമ്പുകളിൽ ഭൂരിഭാഗവും റബ്ബർ തോട്ടങ്ങളോ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ആയി മാറി. ഭക്ഷണം.
പഴയകാലം പറമ്പിലെ ചക്ക, മാമ്പഴം, കശുമാങ്ങ, കപ്പ, അവിൽ വിളയിച്ചത്, ചക്കര കാപ്പി തുടങ്ങിയ പ്രകൃതിദത്ത വിഭവങ്ങളായിരുന്നു. ഇന്നത്തെ കാലം ബേക്കറി സാധനങ്ങൾ, ചോക്ലേറ്റ്, ഐസ്ക്രീം, ഫാസ്റ്റ് ഫുഡ്, പാക്കറ്റിൽ കിട്ടുന്ന ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ എന്നിവയാണ്. എല്ലാ മക്കൾക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്